എസ്തോ നീ വേഗം എഴുന്നേറ്റേ. ഇന്ന് ജപമാല നമ്മുടെ വീട്ടിലല്ലേ, അലങ്കരിക്കണ്ടേ? ചേച്ചി നേരത്തെ എഴുന്നേറ്റ് അലങ്കരിക്കരുത് തുടങ്ങി. 4 മണിയാകുമ്പോൾ ആൾക്കാർ വരും. നീ എസ്തോ എഴുന്നേൽക്കടി, ചേച്ചി അവിടെ നന്നായി ചെയ്യണ്ടി. എന്റെ മോള് കുരിശ് എഴുന്നേറ്റ വേഗം. നല്ല ദിവസമായിക്കണേ. ചേച്ചി എന്തൊക്കെ അലങ്കാരങ്ങൾ ചെയ്യാറുണ്ട്? കുറച്ച് പൂ പൊട്ടിക്കാൻ പിന്നെ മാതാവിനെ ഇറക്കി വയ്ക്കണം. ശരിയാന്ന് വെച്ചാൽ മാതാവിനെ അത് ഇറക്കി വയ്ക്കും. സൂക്ഷിച്ച്. അല്ല, ഇന്ന് നമ്മുടെ വീട്ടിലെ എന്താ നമ്മൾ എന്ത് നേർച്ച കൊടുക്കും? വചനെഴുതി കൊടുക്കാം. പിന്നെ അപ്പച്ചനോട് എന്തെങ്കിലും നേർച്ച വാങ്ങാനുണ്ടായി. അല്ല, എന്താ വചന എഴുതും നമ്മള്? നമുക്ക് മാതാവിന്റെ ആവേമരി എഴുതാം. ഓക്കെ അല്ലേ? അന്ന് ചേച്ചി പൂവില് പൊട്ടിക്കാൻ തുടങ്ങിക്കോ, ഞാൻ വചന എഴുതാം. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു. അല്ല ചേച്ചി, നമുക്ക് മറിയത്തിന്റെ സ്വസ്ത്രഗീതം ഭംഗിയായിട്ട് പറഞ്ഞാലോ? നിനക്കറിയോ? ചേച്ചിക്കറിയോ? ഞാൻ പറഞ്ഞു നോക്കാം. ശരി. മറിയത്തിന്റെ സ്വസ്ത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. മതി മതി മതി, ഇതൊക്കെയാണ് കേട്ടാ. അല്ല ഇന്നും ഏത് പാട്ട് പാടാ? നമുക്ക് കന്യകമേരിയമ്മ പാടാം. നീ ഒന്ന് പാടി നോക്കിയേ. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. അപ്പൊ ശരി.